ഗുരുവായൂരിൽ പൂജാരിയായിരുന്ന നെന്മിനി നമ്പൂതിരിക്ക് അത്യാവശ്യമായ കാരണത്താൽ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അതിനാൽ 12 വയസ്സുള്ള മകൻ ഉണ്ണിയോട് ഭഗവാനെ നിവേദ്യം അർപ്പിക്കണമെന്ന് പറഞ്ഞു. അച്ഛനെ അനുസരിച്ച് ഉണ്ണി ഭഗവാന്റെ മുമ്പിൽ നിവേദ്യം വച്ചപ്പോൾ വിഗ്രഹം അനങ്ങാതെ നിന്നു. ഭഗവാനെ കൃഷ്ണ, ഇത് കഴിക്കണേ, ഉണ്ണി അപേക്ഷിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. കുറച്ചു സമയം കാത്തിരുന്നതിനു ശേഷം ഉണ്ണി അയൽവീട്ടിൽ നിന്ന് ഉപ്പിട്ട മാമ്പഴവും തൈരും കൊണ്ടുവന്നു. ഇങ്ങനെ ആയാൽ നല്ല രുചിയാകും, ഉണ്ണി ആലോചിച്ചു. അവൻ അരിയിൽ തൈരും ഉപ്പിട്ട മാമ്പഴവും ചേർത്ത് വീണ്ടും സമർപ്പിച്ചു. പക്ഷേ ഭഗവാൻ ഇപ്പോഴും പ്രതികരിച്ചില്ല. ഉണ്ണി വീണ്ടും അപേക്ഷിച്ചു, ഭീഷണിപ്പെടുത്തി. ഭഗവാനെ, കഴിച്ചിട്ടില്ല എങ്കിൽ അച്ഛൻ എന്നെ അടിക്കും. ഒടുവിൽ കരയാൻ തുടങ്ങി. അവന്റെ ശുദ്ധമായ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ ഇനി ചെറുതായി. നിവേദ്യം പെട്ടെന്നു അപ്രത്യക്ഷമായി. ഉണ്ണി സന്തോഷത്തോടെ മടങ്ങി. അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ശൂന്യമായ പ്ലേറ്റ് കണ്ടു. ഉണ്ണി, നീ നിവേദ്യം കഴിച്ചോ? അച്ഛാ, ഭഗവാൻ കഴിച്ചു. തൈരും മാമ്പഴവും ചേർത്ത് നല്ല രുചിയോടെ. വാരിയർ അതിശയിച്ചു. അനാവശ്യ കഥകൾ പറയേണ്ട, നീ തന്നെയാണ് കഴിച്ചത്. ഉണ്ണി ഉറച്ചുനിന്നു. അച്ഛാ, ഞാൻ കഴിച്ചിട്ടില്ല. ഭഗവാനാണ്. പൂജാരി ദേഷ്യത്തോടെ കൈ ഉയർത്തി. അപ്പോൾ ദൈവത്തിന്റെ ഭാവം പ്രകാശിച്ചു. ഒരു ശബ്ദം മുഴങ്ങി, ഉണ്ണി നിരപരാധിയാണ്. അവന്റെ ഭക്തി സത്യസന്ധമാണ്. വാരിയർ അത്ഭുതത്തോടെ നിലച്ചു. അകമഴിഞ്ഞ് അത്ഭുതത്തോടെയും ഭക്തിയോടെയും വാരിയർ ഭഗവാനെ പ്രണമിച്ചു. ഈ കഥ ദൈവത്തിന്റെ ദയയും ഒരു നിരപരാധിയായ കുഞ്ഞിന്റെ ശുദ്ധഭക്തിയുടെ ശക്തിയും തെളിയിക്കുന്നു.